എൻ്റെ പേര് ബിബിന. നരിവാലമുണ്ട ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 5 വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. തലയിൽ തൊടാൻ പറ്റില്ല. കഴുത്ത് തൊട്ട് മേളിലോട്ട് മൊത്തം വേദന, ചെവി, കണ്ണൊക്കെ ആകെ വീങ്ങിയിരിക്കുമായിരുന്നു. അതുപോലെ ആയിരുന്നു. അമ്മ എനിക്ക് എപ്പോഴും ഐസ് വെച്ച് തരുമായിരുന്നു. കിടക്കാനും പറ്റൂല, തല തട്ടാൻ പറ്റൂല, തല അനക്കി അപ്പം തലവേദന എടുക്കും. അതേപോലെ ആയിരുന്നു. ഫ്രീസറിൻ്റെ ഉള്ളിലത്തെ ആ സാധനമൊക്കെ അമ്മ സ്പൂൺ വെച്ച് ചിരണ്ടിയിട്ട് അതെനിക്ക് തുണിയിൽ കെട്ടിയിട്ട് തലയിൽ മൊത്തം പൊതിഞ്ഞ് വെച്ച് അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ കിടന്നു. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചവച്ച അപ്പം തലവേദന ഇളകും, അതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചാൽ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കൂലായിരുന്നു. അതേപോലെ ഓവറായിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ പറഞ്ഞവരോടൊക്കെ ഞാൻ ചൂടാവും. അതേപോലെ ലൈറ്റ് വന്നാൽ എനിക്ക് തലവേദന എടുക്കും, സൗണ്ട് കേട്ടാൽ എനിക്ക് തലവേദന എടുക്കും. എല്ലാത്തിനും എനിക്ക് ഭയങ്കര തലവേദന. പഠിക്കാൻ പറ്റില്ല. പഠിക്കുമ്പോൾ ബുക്ക് തുറന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഈ കണ്ണ് കാണില്ല, മങ്ങിയിരിക്കും. അങ്ങനെ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞു മൈഗ്രെയിനാണ്. എനിക്ക് ഗുളിക തന്നു. ഇതിന് പ്രത്യേകിച്ച് മരുന്നില്ല എന്ന് പറഞ്ഞ് പനീൻ്റെ ഗുളിക തന്നു, പാരസെറ്റമോൾ. 3 നേരം അതും കഴിക്കും. 2 കൊല്ലം അത് കഴിച്ചിട്ടും കുറവില്ല. പിന്നെ കണ്ണൊന്ന് കാണിച്ചു കൊടുത്തു. കണ്ണിൻ്റെ കാഴ്ച കിട്ടാനായിട്ട് കണ്ണ് കാണിച്ചു കൊടുത്തപ്പോൾ കണ്ണിനൊന്നും ഒരു പ്രശ്നവുമില്ല. ചേച്ചി ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ. ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മേക്കാത് ഊരണം എന്ന് പറഞ്ഞു. ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി മേക്കാത് ഊരിയില്ല. പിന്നെ രണ്ടാമതും വിളിച്ചു പറഞ്ഞു മേക്കാത് ഊരാൻ പറഞ്ഞിട്ടും ഊരാതിരിക്കുന്ന കുറേ മക്കളുണ്ട്, അവരോട് ഊരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അത് ഊരി. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എന്നോടും പറഞ്ഞു മേക്കാതൊക്കെ ഊരണമെന്ന്. ഞാൻ 3 എണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നു മേക്കാത്. 3 എണ്ണം ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ മേക്കാത് മൊത്തം ഊരി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം. ചേച്ചി ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ വരാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വരാൻ. ഇവിടെ വന്നു. പിന്നെ തലവേദന മാറിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നു. ഇവിടെ ഞാൻ മുമ്പിൽ തന്നെ ഇരുന്നത്. അപ്പോൾ സൗണ്ട് എനിക്ക് പ്രശ്നമായിരുന്നു. ഞാൻ പള്ളിയിൽ പോവില്ലായിരുന്നു. ഈ സൗണ്ടിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് ദേഷ്യമായിരുന്നു ഭയങ്കര. ഈ സൗണ്ട് പ്രശ്നം വന്നിട്ട് ഞാൻ ഏറ്റവും ബേക്കിൽ പോയി നിന്നിട്ടും എനിക്ക് ദേഷ്യം വരും. അതിൻ്റെ ഉള്ളിൽ അച്ഛൻ ഇവിടെ കുർബാന വിളിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് ദേഷ്യം വരും, തലവേദന എടുത്തിട്ട്. പിന്നെ ഞാൻ മടിയായി പിന്നെ പള്ളിയിൽ പോകാൻ. പിന്നെ ഞാൻ പള്ളിയിലും പോവില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും. പഠിക്കാനും പറ്റില്ല. കണ്ണ് എനിക്ക് ഭയങ്കര കാഴ്ചയ്ക്ക് ഭയങ്കര ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. ഇവിടെ വന്നു ഞാൻ ഇരുന്നു. പിന്നെ ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മേക്കാതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ തടസ്സങ്ങളുള്ളവർ കൈ വെക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഓർമ്മ വന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് ഞാനും കുത്തിയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നു. എന്നിട്ട് ഊരി വെച്ചാലോ അങ്ങനെ ഇരുന്ന് ഓർത്ത് ഇവിടെ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തലവേദന മാറിയുന്നു. എത്ര നാളായി മാറിയിട്ട്? 3 മാസം. 3 മാസമായി പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ അല്ലയോ? ചേച്ചിയുടെ ധ്യാനം വന്ന് കൂടി. ചേച്ചിക്ക് ആ ബോധ്യം കിട്ടി. ആദ്യം ചേച്ചിയൊന്നും മാറ്റിയില്ല. പിന്നെ ആ ബോധ്യം കിട്ടിയപ്പോൾ മാറ്റി. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു. അപ്പം അനിയത്തി മാറ്റി. അതേ അവൾ പോലും അറിഞ്ഞില്ല അത്രയും കാലം അവൾ സഹിച്ച വേദന. എത്ര വർഷത്തോളം നീ സഹിച്ചിട്ടുണ്ടോ? അല്ലെ എത്ര മാസം സഹിച്ചു? 5 വർഷം. 5 വർഷം സഹിച്ച തലവേദനയാണ്. തൊടാൻ പറ്റില്ല. അമ്മ എനിക്ക് വിക്സ് ഒക്കെ തേച്ച് തരുമ്പോൾ ഞാൻ അമ്മേനോട് ചൂടാവും. തലയെ തൊടാൻ പറ്റില്ല. തലയിൽ വിക്സ് പെട്ടുമ്പോൾ പോലും ദേഷ്യമാണ്. അത് അത്രയും വേദനയാണ്, അസഹ്യമായ വേദനയാണ്. ഞാൻ കിടക്കുമ്പോൾ അമ്മ തലയെ കൈവച്ച് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. എനിക്ക് വേദന എടുത്തിട്ട് ഞാനും ഇരുന്ന് കരയും. കണ്ട ഈ രോഗമാണ് ഈ സാധനം മാറ്റിയപ്പോൾ മാറിപ്പോയത്. ഇവള് പോലും അറിഞ്ഞില്ല. അതാണ് ആന്തരിക സൗഖ്യത്തിൽ വരുന്ന മറ്റൊരു മേഖലയാണ് ഓർമ്മകളുടെ സൗഖ്യം. ഓർമ്മകൾ. കാരണം ഈ 5 വർഷമായി ഇവള് സഹിച്ച വേദന ഇത് മാറ്റിയപ്പോൾ ഇത് മാറിപ്പോയി. പക്ഷേ എനിക്ക് ഇത്രയും രോഗം ഉണ്ടായതും മാറിപ്പോയത് ഇവള് പോലും അറിയുന്നില്ല എന്ന്. മനസ്സിലായോ? കാരണം മനുഷ്യന്മാരത് ഓർക്കില്ലേ? എനിക്ക് എല്ലാ ദിവസവും തലവേദന വന്നിരുന്ന ആളത് പിറ്റേ ദിവസം വീണ്ടും ഓർക്കുന്നില്ലേ? അങ്ങനെ വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. പക്ഷെ അതുപോലും മറന്നുപോയി ആൾ. അതിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. പല അനുഭവങ്ങൾ അച്ഛൻ പറയുമ്പോൾ ആ വിവേകര സാക്ഷിക്ക് കേൾക്കുമ്പോൾ ഇത് ഓർമ്മ വരാണല്ലേ, ശരിയാണല്ലോ, എനിക്കും ഉണ്ടായിരുന്നല്ലോ തലവേദന ശക്തമായിട്ട്. 5 വർഷം ഞാൻ സഹിച്ചത് ഇപ്പോൾ 3 മാസമായിട്ടില്ലല്ലോ. ഇത് അപ്പോഴാണ് അവൾക്ക് തിരിച്ചറിവ്. അതാണ് ആന്തരിക സൗഖ്യത്തിൽ വരുന്ന ഓർമ്മകളുടെ സൗഖ്യമാണ് കേട്ടോ. കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓർമ്മകളിൽ പോലും സൗഖ്യം കിട്ടിയിരിക്കുകയാണ്. പിന്നെ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ കാലം മുതൽ തലകറക്കം ഉണ്ടായിരുന്നു. എനിക്ക് എവിടെയും പോയി നിൽക്കാൻ പറ്റില്ല. പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ ഞാൻ തലകറങ്ങി ചില ദിവസം വീട്ടിലുണ്ട് അവിടെ പള്ളിയിൽ. അതേപോലെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വീഴും, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ പിടിക്കും. അതേപോലെയായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഉത്തിരിയും ധരിച്ചു. ചേച്ചി കൊണ്ടുവന്നു, അത് ധരിച്ചു. ചേച്ചി പറഞ്ഞു കുളിക്കുമ്പോൾ ഇപ്പോൾ ഊരരുതെന്ന് അച്ഛൻ പറഞ്ഞേ. അത് ധരിച്ചു. ഇവിടെ വന്നു. ഇവിടെ നിന്ന് കസാര മാറ്റിയിട്ട് ഇവിടെ ആരാധനയ്ക്ക് നിൽക്കാൻ പറയുമ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ തലയിറങ്ങി വീഴുമെന്ന്. കാരണം അമ്മ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ പോലും അമ്മ എനിക്ക് അവിടെ കാവൽ വെക്കും.
എന്നെ വിളിച്ചു നോക്കും. ഞാൻ ആന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ വിളിച്ചു നോക്കും. ഞാൻ ഇറങ്ങണ വരെ അമ്മ അവിടെ ബാത്റൂമിൽ നിന്ന് ഒരു വട്ടം തല ഇറങ്ങിയപ്പോൾ അമ്മേനെ വിളിച്ച് അമ്മ ആണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അതും മാറി ബെഞ്ചിങ്ങിട്ടപ്പോ ആരാധനയ്ക്ക് ഇത്രയും നേരം ചേച്ചി ഒരു പ്രേക്ഷതയായി തോന്നൂല്ലേ? മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം നിന്നപ്പോ എനിക്ക് പേടിയായിരുന്നു തല ഇറങ്ങി വീഴുമെന്ന്. പക്ഷെ അത്രയും നേരം ഇതുപോലെ ഇത്ര സമയം നിന്നിട്ടും ഇതുപോലെ ആരാധിച്ചിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഉണ്ടോ? എന്തൊരു വലിയ സൗഖ്യ കുട്ടി കിട്ടിയിരിക്കുന്നു. പിന്നൊന്ന് ഇനി എന്താ പിന്നെ ചേച്ചി അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഈ അത്ഭുതങ്ങളുടെ ജപമാലയെ കുറിച്ച്. അപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇരുന്ന് ഒന്ന് കണ്ടു. പിന്നെ എനിക്കിത് ഇങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നി. പിറ്റേ ദിവസം കണ്ടു. അങ്ങനെ ഞാൻ 5-6 അങ്ങനെ ഇരുന്ന് ഓരോ ദിവസം ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ധാരാളം അരി കഴിക്കുന്ന ഒരു മകളെ കുറിച്ച്. അത് ധാരാളം അരി കഴിക്കുന്ന ഒരു മകള് കർത്താവ് പറയുന്നു അത് ആ സ്വഭാവം നിർത്താൻ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ 8 വർഷമായിട്ട് നന്നായിട്ട് അരി കഴിക്കുമായിരുന്നു. ഈ അരി ഇങ്ങനെ ഇത് കഴിക്കും, നന്നായിട്ട് അരി കഴിക്കാൻ. ചോറ് കഴിക്കുന്ന അരിയാണ് കഴിക്കാറ്. അമ്മ എന്നെ നന്നായിട്ട് ചീത്ത പറയും അതിന്. പക്ഷെ എനിക്കത് നിർത്തണമെന്നുണ്ട്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടും അത് കഴിക്കുന്നത്. ലാസ്റ്റ് അമ്മ പറയും പിത്തം വന്ന് ചത്തുപോകും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയില്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. പിന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ സമയത്ത് ധാരാളം അരി കഴിക്കുന്ന മകളോട് കർത്താവ് അത് ആ സ്വഭാവം നിർത്താൻ പറയുന്നു എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഇങ്ങനെ അപ്പം എനിക്കെന്തോ സങ്കടം വന്നു. ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെന്നെക്കുറിച്ചാണെങ്കിൽ ഈ നിമിഷം തന്നെ എനിക്ക് ഇനി അത് കഴിക്കാൻ തോന്നരുതെന്ന് പറഞ്ഞു. അതിനുശേഷം കഴിച്ചിട്ടില്ല. 8 വർഷമായി. ഇപ്പം 3 മാസമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. 8 വർഷമായിട്ട് ഇങ്ങനെ കഴിക്കാറുള്ളതാണ്. ഇതിപ്പോൾ 3 മാസമായിട്ട് കഴിച്ചിട്ടില്ല. ഉണ്ടോ?